ക്രൂശിതനായ ഗുരുവിന്റെ ശിഷ്യയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ശിഷ്യയും ഗുരുവിന്റെ പാതയിലൂടെയാണ് കടന്നു പോകേണ്ടത്. പക്ഷെ ഇത് കുറച്ച് വേദന തരുന്നതാണ്. എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അതിന്റെ കൃപ എന്താ? കൊടുങ്കാറ്റ് വന്നോണ്ടല്ലേ അവർക്ക് മനസ്സിലായി, എന്റെ കൂടെയുള്ളവനെ കൊടുങ്കാറ്റിനെ പോലും ശാന്താക്കാൻ പറ്റുന്നവനാ. നിന്റെ വിളി എന്ന് പറയുന്നത് സ്നേഹിക്കാനും സഹിക്കാനും അതുവഴി ആത്മാക്കളെ രക്ഷിക്കാനുമാണ്. അതുവഴി നീ എൻ്റെ ഹൃദയത്തില് നിന്നെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരും. ആണി കാന്തത്തിന്റെ കൂടെ ഇരുന്നപ്പോ കാന്തം ആണിയെ കാന്തം പോലെയാക്കി. അച്ഛന് പറയാനുള്ളത്, നമ്മൾ ആരിലാ വിശ്വസിക്കുന്നത്? ഈശോയിലാ വിശ്വസിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ഈശോ ഫൗസ്റ്റീന പുണ്യവതിയോട് ഇങ്ങനെ പറഞ്ഞു, മോളെ നീ എന്നെ ഗുരു എന്ന് വിളിക്കുന്നില്ലേ? അത് ശരിയാ, നീ എന്നെ ഗുരു എന്ന് വിളിക്കുക. അത് എൻ്റെ ഹൃദയത്തിന് ഒത്തിരി സന്തോഷം നൽകുന്ന നീ വിളിക്കുന്ന കേൾക്കുമ്പോൾ. പക്ഷെ മോളെ, നീ ഒരു കാര്യം മറക്കരുത്. നീ എൻ്റെ ശിഷ്യയാണ്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നീ ഒരു ക്രൂശിതനായ ഗുരുവിന്റെ ശിഷ്യയാണ്. അത് നീ മറക്കരുത്. ക്രൂശിതനായ ഗുരുവിന്റെ ശിഷ്യയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ശിഷ്യയും ഗുരുവിന്റെ പാതയിലൂടെയാണ് കടന്നു പോകേണ്ടത്. അപ്പൊ അതാ ഈശോ പറഞ്ഞത്. അപ്പൊ പലപ്പോഴും നമ്മൾ അത് ഓർക്കണം. ഇപ്പൊ നമ്മൾ ഓരോ മതങ്ങളോ ഓരോ ഇത് പറയും, നമ്മൾ എല്ലാവരും ആഗ്രഹം എന്താ? ഒരു വേദനയൊന്നും ഇല്ലാതെ ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും സാധിക്കണം, അങ്ങനെ ഒരു ഇതല്ലേ. പക്ഷെ നമ്മുടെ ഈശോ പറയുന്നത് അങ്ങനെയല്ല. ഈശോ കടന്നു പോകും. അതുകൊണ്ടല്ലേ ഈശോ പറയുന്നത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എൻ്റെ കുരിശ് എടുത്തുകൊണ്ട്, അനുദിനം എൻ്റെ കുരിശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ അനുദിനം അവന്റെ കുരിശ് എടുക്കണം. ശരിക്കും ഉണ്ടല്ലോ, കുരിശ് എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. ഭയങ്കര ഒരു ബ്ലെസ്സിങ്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈശോയിലേക്ക് എപ്പോഴും അടുക്കുന്ന എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിൽ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ. അപ്പൊ അതിന് അച്ഛന് ഒരു എക്സാമ്പിൾ ആയിട്ട് തോന്നുന്ന, ഒരു പ്രാവശ്യം മെഡിറ്റേഷന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ച ഒരു കാര്യമാണ്. ഒരു ദിവസം ഒരു പ്രസംഗം പറയാനുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഈശോയോട് ചോദിക്കാം, ഈശോ ഇന്ന് എന്താ അത് കുരിശിനെ കുറിച്ച് ഒരു ഇതായിരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് തോന്നിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു റബ്ബർ ബാൻഡ്. ഇതുണ്ടോ, ഇത് റബ്ബർ ബാൻഡ് അല്ലേ? അപ്പൊ ഈശോ ഇങ്ങനെ തോന്നിച്ചു, നോക്കെ, ഇത് ഈശോയും ഇത് ഞാനുമാണ്, ഈശോയും ഞാനും. അപ്പോ ഈ റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞ ഒരു കുരിശ്. അപ്പൊ ഈ കുരിശ് ഈശോയും ഞങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക്, ഈശോയും ഞാൻ ഉള്ള ആ ജീവിതത്തിലേക്ക് ഇട്ടു. അപ്പൊ എന്തു പറ്റി? പണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈശോയിൽ നിന്ന് അകന്നു പോകാൻ നല്ല എളുപ്പമായിരുന്നു. പക്ഷെ ഈ ഒരു കുരിശ് എൻ്റെ ഉള്ളില് ദൈവം അനുവദിച്ചപ്പോ പണ്ട് അകന്നു പോയിടത്തോളം അകന്നു പോകാൻ ഇപ്പൊ പറ്റില്ല. പക്ഷെ എനിക്കിത് ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് വേദനയൊക്കെയാണ്. പണ്ടത്തെ ആ സ്വാതന്ത്ര്യമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം എന്താ? ഞാൻ ഈശോയിൽ ഒത്തിരി അകന്നു പോയില്ല. പക്ഷെ അതിനുശേഷം ചിലപ്പോൾ ദൈവം ഒരു കുരിശും കൂടെ എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു എന്ന് ഓർക്കുക. ഒരു കുരിശും കൂടെ ഇട്ട് 2 കുരിശ്. അപ്പൊ എന്ത് പറ്റും? ഞാൻ കുറച്ചുകൂടെയും ഈശോയിലേക്ക് അടുക്കും. പണ്ടത്തെത്തോളം, നേരത്തെ ഉണ്ടായത്തോളം അകന്നു പോകാൻ പറ്റില്ല, കുറച്ചുകൂടെ അടുത്തു. പക്ഷെ ഇത് കുറച്ച് വേദന തരുന്നതാണ്. എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അതിന്റെ കൃപ എന്താ? ഞാൻ ഈശോയിൽ നിന്ന് അകന്നു പോകുന്നില്ല. നമ്മളെല്ലാരും കണ്ടിട്ടില്ലേ ഈ കടൽ ഫുട് പ്രിന്റ്സിന്റെ ഒരു ഇമേജ്, ഒരു പടം. കടലില് 2 ആൾക്കാരിങ്ങനെ കടൽ തീരത്തോടെ നടന്നു പോകുന്നു. അപ്പൊ ആ കാൽപാദങ്ങൾ കാണുന്ന ഒരു പിക്ചറില്ലേ, അതിലിങ്ങനെയാണ് ഈ ഒരാള് മരിച്ച് സ്വർഗത്തിൽ ചെന്നപ്പം അയാളുടെ ജീവിതം, ഭൂമിയിലെ ജീവിതം ദൈവം കാണിച്ചു കൊടുത്തു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കടൽ തീരത്തിലൂടെ പോകുന്ന. അപ്പം ഈശോയും ഇദ്ദേഹവും ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ 2 പേര് ഫുട് പ്രിന്റ്സ് കാൽപാദം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറെ പോയി. അപ്പം ജീവിതത്തിന്റെ ഓരോ സ്റ്റേജസ് ഇങ്ങനെ കാണും. അത് ഈ കാൽപാദമായിട്ട് അങ്ങനെ പോയി ഒരു സ്ഥലത്തെത്തിയപ്പം ഒരു പേരേ ഉള്ളൂ. അപ്പൊ ഒരാൾ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പം ശരിക്കും നോക്കിയപ്പോ ആ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇയാളുടെ ജീവിതത്തിൽ ഒത്തിരി വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നത്. മറ്റൊരാളുടെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. ആ സമയത്ത് നോക്കി പൂർണ്ണമുള്ളൂ. അപ്പൊ ഇദ്ദേഹം ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഈ സമയമായിരുന്നല്ലോ എനിക്ക് നിന്നെ ഏറ്റവും ആവശ്യം. പക്ഷെ ആ സമയത്ത് നീ എന്നെ ഇട്ട് കളഞ്ഞു പോയി, ഉപേക്ഷിച്ചു പോയി. നോക്കി, അപ്പൊ ഞാൻ തന്നെയല്ലേ നടന്നത്? ആ സമയത്തായിരുന്നു എനിക്ക് നിന്നെ വേണ്ടത്. പക്ഷെ അപ്പം ഈശോ പറഞ്ഞു, മോനെ, നീ ഒന്നോടെ ശരിക്കും നോക്കിക്കേ ആ കാൽപാദത്തിലേക്ക്. അത് നിന്റെ ആണോ നോക്കിക്കേ. അപ്പൊ നോക്കിയപ്പോ മനസ്സിലായി, അത് അവന്റെ അല്ല,
അത് ഈശോയുടെ ആയിരുന്നു. അപ്പൊ ഈശോ പറഞ്ഞു, മോനെ എനിക്കറിയായിരുന്നു ഇതായിരുന്നു നിനക്ക് ഏറ്റവും വിഷമമുള്ള സമയം, ഏറ്റവും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സമയം. അപ്പൊ എനിക്കറിയാം നിനക്ക് തന്നെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തേ, നിന്നെ ഞാൻ എടുത്തുകൊണ്ട് ഞാൻ നിന്നെ കൊണ്ടുപോയി. അതാ, നിന്നെ എടുക്കുവായിരുന്നു ഞാൻ ചെയ്തത്. അതുകൊണ്ടാ. അപ്പൊ നീ ഓർത്തു ഞാൻ നിന്നെ ഉപേക്ഷിച്ചെന്ന്. പക്ഷെ ശരിക്കും എന്താ, ഞാൻ നിന്നെ എടുക്കുവായിരുന്നു. ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും അങ്ങനെയാ. നമ്മൾ പലപ്പോഴും ഓർക്കും, ഈശോയെ എന്തുകൊണ്ടാ ഈശോ നീ എന്റെ പ്രാർത്ഥന കേൾക്കാത്തെ? ഞാൻ എന്തോരം പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു, ഞാൻ എല്ലാം പറ്റുന്നത്ര നന്നായിട്ടൊക്കെ ജീവിക്കുന്നില്ലേ ഈശോ, എന്തുകൊണ്ടാ ഈശോ എന്റെ പ്രാർത്ഥന കേൾക്കാത്തെ? പക്ഷെ നമ്മൾ അങ്ങനെ ചോദിക്കും. ശരിക്കും ഉണ്ടല്ലോ, ആ സമയത്തായിരിക്കും ഈശോ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന കേൾക്കുന്നത്. ഈ ഫൗസ്റ്റീന പുണ്യവതി തന്നെ പറയുന്ന വേറെ കാര്യമാണ്, മോളെ ഞാൻ നിനക്ക് ഏറ്റവും അടുത്തായിരിക്കുന്നത് നീ ഏറ്റവും വേദന അനുഭവിക്കുമ്പോഴാണ്. ഞാൻ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും അടുത്തുള്ളത് എന്നാ ഫൗസ്റ്റീന പുണ്യവതിയോട് പറയുന്നത്. പക്ഷെ നമുക്കപ്പോൾ മനസ്സിലാവില്ല. നമ്മൾ ഓർക്കും ഈശോ ഉറങ്ങുവാണ്. ഈ പരിശുദ്ധ നമ്മുടെ ബെനഡിക്റ്റ് പിതാവ് 16 മാർപ്പാപ്പ പറയില്ല, പലപ്പോഴും ഞാൻ ഓർത്തിരുന്നു ഈശോ ബോട്ടിൽ കിടന്ന് ഉറങ്ങുവാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും തോന്നും ഈശോ ഉറങ്ങുവാന്ന്. പക്ഷേ ആ ശിഷ്യന്മാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ജീവിതത്തിലോട്ട് കൊടുങ്കാറ്റ് വന്നു. ഈശോ അവിടെ ബോട്ടിൽ കിടന്ന് ഉറങ്ങിയത് കൊണ്ടല്ലേ അവർക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് ഈശോ ആ കാറ്റിനെയൊക്കെ ശാന്തമാക്കി, അവരുടെ ജീവിതത്തിൽ വന്ന കൊടുങ്കാറ്റിനെയൊക്കെ എല്ലാം ഇല്ലാണ്ടാക്കി കഴിഞ്ഞുകൊണ്ടല്ലേ അവർക്ക് മനസ്സിലായേ, കൊടുങ്കാറ്റ് വന്നോണ്ടല്ലേ അവർക്ക് മനസ്സിലായേ, എൻ്റെ കൂടെയുള്ളവനെ കൊടുങ്കാറ്റിനെ പോലും ശാന്തമാക്കാൻ പറ്റുന്നവനാ. പലപ്പോഴും ഈശോ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തില് നമ്മളെ പഠിപ്പിക്കുന്ന എപ്പോഴാ, നമ്മൾ ഓരോ വേദനയിലൂടെ കടന്നു പോകുമ്പോഴാ. ഈ നമ്മുടെ ഡാനിയലച്ചൻ പലപ്പോഴും പറയുന്നതല്ലേ, ഇങ്ങനെ എന്താ, നമ്മുടെ ഏറ്റവും സ്ക്യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് വരുന്നതെന്ന് അല്ലേ. നമ്മൾ ഓറഞ്ച് ജ്യൂസ് എങ്ങനെയാ ഉണ്ടാവുന്നത്, അത് സ്ക്യൂസ് ചെയ്യണം. നാരങ്ങ വെള്ളം എങ്ങനെയാ ഉണ്ടാക്കുന്നത്, നാരങ്ങ പിഴിയുമ്പോഴാണ് ബെസ്റ്റ് പുറത്തേക്ക് വരുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നതും നമ്മള് വേദനകളിലൂടെ കടന്നു പോകുമ്പോഴല്ലേ. അപ്പൊ അതുപോലെ ആ ശിഷ്യന്മാരും കൂടെയുള്ളവൻ ശരിക്കും ആരാന്ന് മനസ്സിലായത് എപ്പോഴാ, ആ വേദനയിലൂടെ കടന്നു പോയപ്പോ. കൊടുങ്കാറ്റ് വന്നോണ്ടാ മനസ്സിലായേ, കൊടുങ്കാറ്റിനെ പോലും ശാന്തമാക്കാൻ പറ്റുന്നവനെ എൻ്റെ ഈശോന്ന് അല്ലെ. അല്ലെങ്കിൽ മനസ്സിലാവില്ലായിരുന്നല്ലോ. നമ്മുടെ ഈശോ ഇപ്പൊ ലാസറിന്റെ ഉയർപ്പിച്ചപ്പം ആദ്യം മാർത്തായും മേരിയും പറഞ്ഞു, ഈശോയെ നീ ഒത്തിരി സ്നേഹിക്കുന്ന എന്റെ സ്നേഹിതൻ രോഗിയായിട്ടിരിക്കുക, അപ്പൊ വന്നിരുന്നെങ്കിൽ എന്ത് പറ്റും, രോഗീനെ സുഖപ്പെടുത്തും. പക്ഷെ അപ്പൊ എന്താ, സാധാരണ പോലെ ഒത്തിരി ആ രോഗികൾ സുഖപ്പെടുത്തിയിരുന്നു, അതുപോലെ ആവുമായിരുന്നു. പക്ഷെ വന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫാമിലി ആയിരുന്നു ലാസറിന്റെയും മാർത്തയുടെയും മേരിയുടെയും. ഈശോ ഈ സമയങ്ങളിൽ ഒരു മിസ്റ്റിക്കിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, നിങ്ങള് ബെഥനി പോലെ ആവണം, നിങ്ങളുടെ ഹൃദയം ബെഥനി പോലെ ആവണം. കാരണം എന്താ, ബെഥനിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുക, കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ബെഥനിയിൽ വരാൻ. കാരണം എന്താ, എന്നെ ഒത്തിരി സ്നേഹിക്കുന്നവര്, എനിക്ക് സമയം തരുന്നവര്, ഞാൻ എന്നെ കേൾക്കുന്നവർ. കാരണം മേരിയൊക്കെ എപ്പോഴും ഈശോയുടെ കാലിന്റെ ചൂട്ടിലായിരുന്നില്ല കേൾക്കുന്നത്. അതുപോലെ ഈശോ പറയുന്നുണ്ട്, അത് മാത്രമല്ല, ഞാൻ ആ വീട്ടിൽ വരും, എൻ്റെ വിഷമങ്ങൾ ഞാൻ പറയും, എൻ്റെ വിഷമങ്ങൾ അവരോട് പങ്കും. അത് കഴിഞ്ഞിട്ട് ഈശോ പറയുന്നുണ്ട്, എൻ്റെ കണ്ണുനീരും ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെയും എൻ്റെ യാത്ര തുടരുന്നു. ഞാൻ എന്താ, ഈശോയുടെ വേദനകളൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ബെഥനി. അപ്പൊ ഇങ്ങനത്തെ ഒരു വീട്ടിൽ നിന്നാണ് അവര് പറയുന്നത്, ഈശോയെ നീ ഒത്തിരി സ്നേഹിക്കുന്നത് എൻ്റെ ലാസർ രോഗിയായിട്ടിരിക്കുവാണ്. പക്ഷെ 1-ാമത്തെ ദിവസം വന്നില്ല. അവര് വരുന്നൊക്കെ ഓർത്തിട്ടുണ്ടാവും, പക്ഷെ വന്നില്ലല്ലോ. അപ്പൊ 1, 2, 3 വയ്യാണ്ടായി മരിക്കാറായി, എന്നിട്ടും വന്നില്ല, മരിച്ചു എന്നിട്ടും വന്നില്ല. അപ്പൊ അവരൊക്കെ ഓർത്തു കാണില്ലേ, എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ഈശോ ഭയങ്കര സ്നേഹാന്നൊക്കെ പറഞ്ഞിരുന്നു, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നോക്കി, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഒരാവശ്യം ഉണ്ടായപ്പോ മറന്നുപോയി. സത്യമായിട്ട് അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ. നമ്മളങ്ങ് ചിന്തിക്കില്ലേ, അച്ഛനങ്ങ് ചിന്തിക്കും കേട്ടോ. അച്ഛനങ്ങ് ചിന്തിക്കും, എന്തോരം വാർത്തയൊക്കെ ഓർത്തിട്ടുണ്ടാവും, എന്തോരം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു, ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ മേരിയൊക്കെ പറഞ്ഞില്ലേ, ഓർക്കും, ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ഞാൻ ജീവിച്ചില്ലേ. പക്ഷെ എന്നാലും ഈശോ ആവശ്യം വന്നപ്പം വന്നില്ലല്ലോ. അതും ലാസർ മരിക്കുകയും ചെയ്തു. ഇനി എന്നാ ചെയ്യാ എന്നൊക്കെ ഓർത്തു. എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് പറ്റി, അത് കഴിഞ്ഞിട്ട് മരിച്ചടക്കി 3-4 ദിവസം കഴിഞ്ഞിട്ട് വന്നു. അങ്ങനെ വന്ന് ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നു. അങ്ങനെ വന്നോണ്ടല്ലേ അവർക്ക് മനസ്സിലായ, കൂടെയുള്ള ആള് രോഗീനെ സുഖപ്പെടുത്തുന്ന ആളല്ല, അത് മാത്രമല്ല മരിച്ചുപോയ ആളെ പോലും
പോലും ഉയർപ്പിക്കാൻ പറ്റുന്നവനാന്ന് മനസ്സിലായത് എപ്പഴാ? മരിച്ചുകൊണ്ടാ. മരിച്ചില്ലായിരുന്നെങ്കിൽ പറ്റില്ലായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും സഹനങ്ങളുണ്ടാകുമ്പോ ഈശോ എന്തോ പഠിപ്പിക്കാനാണ്. ഈശോ ആരാന്ന് മനസ്സിലാക്കിക്കാനാ. അച്ഛന്റെ ജീവിതത്തിൽ പലപ്പോഴും ഒത്തിരി വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനിപ്പം എഞ്ചിനീയറിംഗ് അച്ഛൻ താമസിച്ചാണല്ലോ സെമിനാരിയിലൊക്കെ പോയത്. ഞാൻ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജില് പഠിച്ചതൊക്കെ. അപ്പം 2002 തൊട്ട് 2006 വരെ. അപ്പോ ആ സമയത്തൊക്കെയാണെങ്കില് ഇങ്ങനെ ഓരോ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ വരുമ്പോ അച്ഛനൊക്കെ ഓർത്തിരുന്നു. നല്ല റാങ്കൊക്കെ ആയിരുന്നു പഠനത്തില് ആ സമയത്തൊക്കെ. അപ്പൊ ആദ്യത്തെ കമ്പനി തന്നെ കിട്ടുന്നൊക്കെ ഫസ്റ്റ് കമ്പനി ഇൻഫോസിസ്, ടീസിസ് അങ്ങനെ കുറെ കമ്പനീസ് വന്നിരുന്നു രാജഗിരിയില്. അപ്പം ആദ്യത്തെ റൗണ്ടിൽ തന്നെ എല്ലാ കമ്പനിയിലും ഔട്ട് ആവുമായിരുന്നു. അവിടെ ജിസ്യൂത്തിലൊക്കെ നല്ല ആക്റ്റീവാണ്. ജിസ്യൂത്തിന്റെ കോർഡിനേറ്റർ ഒക്കെ ആയിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോവും അങ്ങനെയൊക്കെ. പക്ഷെ അച്ഛൻ ഓർത്തു ആദ്യത്തെ കമ്പനി തന്നെ കിട്ടുന്നു. പക്ഷെ ആദ്യത്തെ കമ്പനി തന്നെ ഔട്ടായി. മിക്കവർക്കും ആദ്യത്തെ കമ്പനി തന്നെ കിട്ടി. സെക്കൻഡ് കമ്പനിയിലും ആദ്യത്തെ റൗണ്ടിൽ ഔട്ട്. അങ്ങനെ അതൊരു ഒരു പാറ്റേൺ ആയിരുന്നു. എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് കമ്പനി തന്നെ ഔട്ടാവും. അപ്പം എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോവായിരുന്നു. ഇടയ്ക്കൊക്കെ ഓർക്കുമായിരുന്നു എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്? സാധാരണ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഇങ്ങനെ പല മണ്ടത്തരായിരിക്കും ചെയ്യുന്നേ. ചിലതൊക്കെ എനിക്ക് എലിജിബിൾ ആയിരിക്കും എഴുതാൻ. പക്ഷെ അവിടെ ചെല്ലുമ്പോ പറ്റും അവര് പറയും ഞാൻ വേറെ ബ്രാഞ്ച് ആയിട്ടാണ് അവരുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്നത്. പക്ഷെ ഞാൻ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അതായിരുന്നു അവർക്ക് വേണ്ടത്. പക്ഷെ ഞാൻ വേറെ ബ്രാഞ്ചാന്നൊക്കെയാണ് അവരുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്നത്. അതൊക്കെ എങ്ങനെ സംഭവിക്കണേന്നും അറിയില്ലായിരുന്നു. അപ്പോഴൊക്കെ ഓർക്കുമായിരുന്നു എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കണേ? അപ്പൊ ഞാൻ നന്നായിട്ട് കുമ്പസാരിക്കാത്തോണ്ടാണോ? അപ്പൊ നന്നായിട്ടൊക്കെ പോയി ഒന്ന് കുമ്പസാരിക്കുമായിരുന്നു. പക്ഷെ എന്നിട്ടും ഒരു വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ അച്ഛൻ ഓർക്കുന്ന ഒരു ദിവസം ഇങ്ങനെ ഒരു കൂട്ടുകാരൻ വന്നു ജീസസ് മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, ജോൺസേ നീ എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകുന്നതല്ലേ? ഈശോടൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നതല്ലേ? എന്നിട്ട് എന്താ നിന്റെ പ്രാർത്ഥന ഈശോ കേൾക്കാത്തെ? പക്ഷെ അവന്റെ മുമ്പിൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയൊക്കെ അച്ഛൻ പറഞ്ഞിരുന്നു ഏറ്റവും ബെസ്റ്റ് കമ്പനി ഇതുവരെ വന്നിട്ടൊന്നുമില്ല. അത് ഏറ്റവും ബെസ്റ്റ് ഇനി വരുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഞാൻ അച്ഛൻ റൂമിൽ പോയിട്ട് റൂം ലോക്ക് ചെയ്തിട്ട് അച്ഛനൊക്കെ കരയുമായിരുന്നു ആ സമയത്ത്. എന്താ ഈശോ ഈ പ്രാർത്ഥനയൊന്നും കേൾക്കാത്തെ എന്നൊക്കെ ഓർക്കുമായിരുന്നു, കരയുമായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും അച്ഛന്റെ ഹോബി എന്ന് പറയുന്നത് രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്കും തലേണയൊക്കെ മൊത്തം നനയ്ക്കുക എന്നുള്ളതായിരുന്നു കുറച്ച് മാസങ്ങളായിട്ടുള്ള ഹോബി. അപ്പൊ അങ്ങനെ ഓരോ കമ്പനികൾ കിട്ടാണ്ടൊക്കെ ഇരുന്നു. ചില കമ്പനിയിൽ കിട്ടി. 2-3 റൗണ്ടൊക്കെ കഴിഞ്ഞു. നന്നായിട്ട് അടിപൊളിയാന്നൊക്കെ അവര് നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊക്കെ. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാവും. ഈ റിക്രൂട്ടിംഗ് ഏജൻസി ഒക്കെ ആയിട്ട് പിന്നെ ചുമ്മാ പുറത്താക്കും. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പോയി. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? 10ാമത്തെ കമ്പനി അവസാനം അച്ഛന് കിട്ടി. അതായിരുന്നു ഹുവായി എന്ന് പറഞ്ഞ കമ്പനി. ഹുവാവേ ചൈനീസ് കമ്പനി. പക്ഷെ അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പല പ്രാവശ്യം ഈശോയോട് ചോദിച്ചിരുന്നു എന്താ ഈശോ നീ എന്റെ പ്രാർത്ഥന കേൾക്കാത്തെ? പക്ഷെ ആക്ച്വലി ഈശോ പ്രാർത്ഥന കേൾക്കുമായിരുന്നു. അത് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം വന്നതിൽ ഏറ്റവും കൂടുതൽ സാലറി, അടിപൊളി ഇന്ത്യയിലെ ഒരു സ്ഥലത്തും മീൻസ് എന്താ ബാംഗ്ലൂർ മാത്രമുള്ള അവർക്ക് ഓഫീസ്. അതൊരു 5 സ്റ്റാർ ഹോട്ടലിലാണ്. അതിന്റെ 3 ഫ്ലോർ അവര് എടുത്തേക്കുന്നു. ഏറ്റവും നല്ല ശമ്പളം അങ്ങനെയൊക്കെ. അപ്പൊ അതിൽ കൂടുതൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയും ഒരു റൂൾ ഉണ്ടായിരുന്നു അവിടെ. ഒരു കമ്പനി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കമ്പനി എഴുതാൻ പാടില്ല. കാരണം ഒരാളുടെ ജോലി നഷ്ടപ്പെടില്ലേ. 2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരെണ്ണമല്ലേ എടുക്കുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ ഈ നല്ലവനായ ഈശോ നോക്കിയപ്പോ എന്താ ജോൺസന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം. കാരണം എനിക്ക് ജോൺസനെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ജോൺസന് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം. അപ്പൊ ജോൺസൺ ഓർത്തു ജോൺസന് ഇൻഫോസിസ് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. ഓക്കെ, ആ സമയത്ത് ജോൺസന് സന്തോഷമാവുമായിരുന്നു ഇൻഫോസിസ് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ ഈശോയ്ക്ക് സന്തോഷം ആവില്ലായിരുന്നു. കാരണം എന്താ എനിക്ക് ജോൺസന് ഒത്തിരി ഇഷ്ടം. അവനെ അപ്പം ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം. അവൻ ഇൻഫോസിസ് ആയിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് അതിനേക്കാളും നല്ലത് കൊടുക്കണം. പൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കുന്ന നമ്മുടെ ഈശോ. അപ്പൊ അത് അച്ഛനറിയില്ലായിരുന്നു. അപ്പൊ എന്താ ഇൻഫോസിസും ടിസിസും ഒന്നും കിട്ടിയില്ല. അപ്പൊ എന്താ ഏറ്റവും ബെസ്റ്റ് കമ്പനി 10ാമത്തെ കമ്പനിയായിരുന്നു ഈശോയ്ക്ക് അറിയായിരുന്നു. പക്ഷെ ജോൺസന് അറിയില്ല. അതുകൊണ്ട് എന്താ ആകെ ഒരു പോസിബിലിറ്റി അവന് 10ാമത്തെ കമ്പനി കൊടുക്കാൻ പറ്റുന്ന പോസിബിലിറ്റി എന്താ? ആദ്യത്തെ 9 കമ്പനിയും അവന് കിട്ടരുത്. കിട്ടാണ്ടിരുന്നാൽ 10ാമത്തെ കമ്പനി അവന് എഴുതാൻ പറ്റും. അപ്പൊ അത് ആയിട്ട് കൊടുക്കും. പക്ഷെ ഓരോ കമ്പനി കിട്ടാത്തപ്പോഴും ജോൺസൺ ഇങ്ങനെ ഈശോയോട് പറയും, എന്താ ഈശോ നീ എന്റെ പ്രാർത്ഥന കേൾക്കാത്തെ? നിനക്ക് എന്നെ ഇഷ്ടമല്ലേ ഈശോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ ഈശോയ്ക്ക് അറിയാം. ഓക്കെ, അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈശോയ്ക്കും അത് കേൾക്കുമ്പോൾ വിഷമമുണ്ടാവും ഉറപ്പായിട്ടും. ഈ മക്കളൊക്കെ എന്താ നമ്മള് പിള്ളേർക്ക് അസുഖം വരുമ്പോ കുത്തിവെക്കാൻ കൊണ്ടുപോകില്ലേ? കുത്തിവെക്കാൻ കൊണ്ടുപോകുമ്പോ എന്താ ഈ പേരൻസ് ആയിരിക്കും പിള്ളേരുടെ കൈയൊക്കെ നല്ല
ഇറുക്കി പിടിക്കുന്ന അനങ്ങാണ്ടിരിക്കാൻ. അപ്പൊ ഈ കൊച്ചുങ്ങളൊക്കെ ചിലപ്പോൾ ഓർക്കില്ല, ഇത്രയും നേരം എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഈ അപ്പനും അമ്മയും എന്റെ കൈയൊക്കെ മുറക്കെ പിടിച്ച് എന്നെ കുത്തി വെക്കുന്നില്ല. എന്താ ഇവർക്ക് എന്താ ഒരു സ്നേഹമില്ല? എന്താ സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ, സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ? അപ്പൊ അച്ഛന് പിന്നെ അതിന് ശേഷമാണ് മനസ്സിലായേ, ശരിക്കും ഓരോ കമ്പനി കിട്ടാണ്ടിരുന്നപ്പോഴും അത് സ്നേഹിക്കുന്നോണ്ടായിരുന്നു, ഏറ്റവും ബെസ്റ്റ് തരാൻ വേണ്ടിയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്ത്, എന്റെ ഈശോ നീ എത്രമാത്രാ സ്നേഹിക്കുന്നേ, നീ എത്രമാത്രം ഈശോനെ സ്നേഹിക്കുന്നത്. പക്ഷെ നമ്മൾ കുറെ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോകണം, പ്യൂരിഫൈഡ് ആവണം. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ അച്ഛൻ തോന്നുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഗിഫ്റ്റ്, ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ തന്നിട്ടുണ്ടാവും, ഒത്തിരി ഗിഫ്റ്റ്. അപ്പം കുറെ ഗിഫ്റ്റുകൾ എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ഈശോക്ക് വലിയൊരു ഗിഫ്റ്റ് തരണമെന്ന് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഈ കുറെ ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഈ ഒരു വലിയ ഗിഫ്റ്റും കൂടെ തന്നാൽ എന്ത് പറ്റും? ചില ഗിഫ്റ്റ് താഴെ പോവും. ചിലപ്പോൾ ഈ വലിയ ഗിഫ്റ്റ് ഒന്നും എനിക്ക് ഈശോ ആഗ്രഹിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പം താഴെ പോവോ എന്നൊക്കെ ഞാൻ പേടിച്ച് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ ഈശോ ചിലപ്പോൾ എന്നാ ചെയ്യും? ഈ കയ്യിലുള്ള ഓരോന്നുമായിട്ട് തിരിച്ചെടുക്കും. ചിലപ്പോൾ ഓരോ ഗിഫ്റ്റും എടുക്കും, ഓരോന്ന് ഈശോ തന്ന ഓരോന്നും ചിലപ്പോൾ തിരിച്ചെടുക്കും. തിരിച്ചെടുക്കുമ്പം അതൊത്തിരി വേദനിക്കും. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുവല്ലേ, ഓരോന്ന് എടുക്കുവല്ലേ. അവസാനം ഞാൻ എന്താവും? ഞാൻ ഒന്നും ഇല്ലാണ്ടാവും, ഞാൻ ശൂന്യം, ഞാൻ എംറ്റി ആവും. എംറ്റി ആവുമ്പം അവന് നിറയ്ക്കാൻ പറ്റും. ഫില്ലായതിനെ നമുക്ക് നിറയ്ക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എംറ്റി ആവുമ്പോൾ നമ്മൾ നിറയ്ക്കാൻ പറ്റും. അപ്പോൾ എംറ്റി, ഇപ്പൊ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഒന്നുമില്ലാത്തപ്പം ഈശോയ്ക്ക് വലിയ ഗിഫ്റ്റ് തരാം. അപ്പൊ എന്താ, എനിക്ക് അടിപൊളിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. കാരണം എന്താ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ വേറെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ, ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഇത് ഉപയോഗിക്കും, ഈശോ ആഗ്രഹിക്കുന്നത് പോലെ. പക്ഷെ ആദ്യമൊക്കെ അപ്പൊ എനിക്ക് വിഷമാർന്ന് കാണും. പക്ഷെ പിന്നെ മനസ്സിലാവും, ഇതൊക്കെ കൃപയായിരുന്നു, ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് പല പ്രാവശ്യം നമ്മൾ ഈശോയോട് കംപ്ലൈന്റ് ചെയ്യും, എന്താ ഈശോ ഇങ്ങനെയൊക്കെ, എന്താ ഈശോ പ്രാർത്ഥന കേൾക്കാതെ. പക്ഷെ ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കുമായിരിക്കും ശരിക്കും. പക്ഷെ നമുക്കത് പിന്നെ മനസ്സിലാവാ. നമുക്കറിയാലോ, ഈ പഴയ നിയമത്തിലെ ജോസഫൊക്കെ എത്ര പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചാണ്, എന്താ ദൈവമേ ഇങ്ങനെ എനിക്ക് എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്? സ്നേഹിക്കുന്നവർ ഉപേക്ഷിക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു, വിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നോക്കിയപ്പം ഈശോനെ വേദനിപ്പിക്കാണ്ട്, ആ യജമാനെ വേദനിപ്പിക്കാണ്ട് വിശ്വസ്തനായിട്ടിരിക്കാൻ നോക്കിയപ്പം അതിന്റെ ബുദ്ധിമുട്ടുകളെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. എന്തോരം ഓരോന്നായിട്ട് ഓരോ ബുദ്ധിമുട്ടുകൾ. പക്ഷെ ഓർക്കുക, അവിടെയൊക്കെ എന്താ ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ കാണുന്ന ഒരുത്താണ്, പല പ്രാവശ്യം അതിൽ എഴുതിയിട്ടുണ്ട്, ജോസഫ് തൊട്ടതെല്ലാം ദൈവ അനുഗ്രഹമാക്കി മാറ്റിന്ന്. അതാ, നമുക്ക് ആരും ഇല്ലാത്തവനെ ഈശോയുണ്ടാവും കൂട്ട്. ആരും ഇല്ലാത്തവനെ ഈശോ ഉണ്ട്. അത് ഭയങ്കര ഒരു സത്യമാണ്. ആരും ഇല്ലാന്ന് തോന്നുന്നവർക്ക് ഈശോ ഉണ്ടാവും കൂട്ട്. അപ്പൊ ഈശോ ഉണ്ടായിരുന്നു. അതിന്റെ എന്താ പറ്റിയേ? എന്താ സംഭവിച്ചേ? ഇതൊക്കെ കടന്നു പോകണമായിരുന്നു. എന്തിനാ? ആ ഈജിപ്തിന്റെ ഒക്കെ 2ാമത്തെ ആളാക്കി പ്രൈം മിനിസ്റ്റർ ആക്കാൻ. ആരാ? ഒരു ആട്ടിടയനെ പ്രൈം മിനിസ്റ്റർ ആക്കുക. അത് ദൈവത്തിന്റെ കൃപയാണത്. അത് ദൈവിക ഇടപെടലാണ്. അത് നമുക്ക് മനസ്സിലാവും. അത് എപ്പോഴാ? അപ്പൊ ഈ ഒരു പ്യൂരിഫിക്കേഷനിലൂടെ കടന്നു പോയപ്പോഴാ വലിയൊരു അനുഗ്രഹമായ. ആർക്കാ അനുഗ്രഹമായ? ആ ഫാമിലിക്ക് മാത്രമല്ല, ഇസ്രായേൽ ജനതയ്ക്ക് മൊത്തം അനുഗ്രഹമായി. അല്ലെ? അപ്പൊ എന്താ, നമ്മുടെ ഈശോ അനുഗ്രഹമാക്കണോ? ഇങ്ങനെയാ വേദനയോടും ബുദ്ധിമുട്ടുകളിലൂടൊക്കെ കടന്നു പോകണം. എന്നാലേ നമ്മൾ പ്യൂരിഫൈഡ് ആവുള്ളൂ. എങ്ങനെയാ സ്വർണം ശുദ്ധീകരിക്കുന്നത്? അത് നമ്മൾ തീയിലിടണം. തീയിലിടുമ്പം ആവശ്യമില്ലാത്തതൊക്കെ പോകും. അത് ഉരുകുമ്പോ വേദനയുണ്ട്. ഈ മദർ തെരേസ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി. എപ്പോഴാ എന്തോരം വേദനകളോട് കടന്നുപോയി. മദർ തെരേസയുടെ മറ്റേ കം ബി വിത്ത് മീ, കം ബി മൈ ലൈറ്റ് എന്ന് പറയുന്ന ബുക്കില് മദർ തെരേസയുടെ ലെറ്റേഴ്സ്, സ്പിരിച്വൽ ഡയറക്ടറിന് എഴുതിയ ലെറ്റേഴ്സ് ഒക്കെ പബ്ലിഷ് ആയിട്ടുണ്ടല്ലോ. അതിലൊക്കെ കാണുന്നുണ്ട് 50 വർഷം ഇരുണ്ട രാത്രിയായിരുന്നു, ഡാർക്ക് നൈറ്റ്. അത്രയ്ക്ക് വേദനയിലൂടെ കടന്നു പോയെ. പക്ഷെ എന്തു പറ്റി? അങ്ങനെയൊക്കെ കടത്തിവിട്ടപ്പം ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ അനുഗ്രഹം അന്ന് മാത്രമല്ല ഇന്നും ആയിക്കൊണ്ടിരിക്കുന്നു. ഈ മദർ തെരേസയോട് ഈശോ പറയുന്നുണ്ട് ഒരു മെസ്സേജ് ഇങ്ങനെയാ, യുവർ വൊക്കേഷൻ ഈസ് ടു ലവ് ആൻഡ് സഫർ ആൻഡ് സേവ് സോൾസ്. By taking this step, you will fulfill my heart's desire for you. എന്ന് പറഞ്ഞാൽ നിന്റെ വിളി എന്ന് പറയുന്നത് സ്നേഹിക്കാനും
സഹിക്കാനും അതുവഴി ആത്മാക്കളെ രക്ഷിക്കാനുമാണ്. അതുവഴി നീ എൻ്റെ ഹൃദയത്തില് നിന്നെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരും. അതുവഴി എൻ്റെ ഹൃദയത്തില് നിന്നെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരും. അതാ പറഞ്ഞത്. അപ്പൊ നമ്മളെക്കുറിച്ചെല്ലാം ഈശോയ്ക്ക് ഒരു പദ്ധതി ഉണ്ടല്ലോ. അതെപ്പോഴാ? അത് നമ്മള് സറണ്ടർ ചെയ്യണം. നമ്മുടെ വില്ല് കണ്ണും പൂട്ടി അവനെ വിശ്വസിക്കണം. കണ്ണും പൂട്ടി വിശ്വസിക്കണം. അതുകൊണ്ടല്ലേ ദൈവം ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-21 ഇങ്ങനെയല്ലേ പറയുന്നത്? കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ നീ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോ നീ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജീവിതത്തില് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും, പക്ഷെ എൻ്റെ ഈശോ എന്നെ ഉപേക്ഷിക്കില്ല. അതാണ് എൻ്റെ ട്രസ്റ്റ്. അതുകൊണ്ടല്ലേ ദിവികാരുണിയുടെ അടിയിൽ എഴുതിയേക്കുന്ന എന്തെന്നാ? ഈശോ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ശരണം എന്ന് പറഞ്ഞ ഹോപ്പ് അല്ലേ? ശരണം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഈശോയെ, ഇതെങ്ങനെയാ ഞാൻ തരണം ചെയ്യണേന്ന് അറിയില്ല. എൻ്റെ കുടുംബത്തിലെ ഈ ബുദ്ധിമുട്ടുകള്, എൻ്റെ ഈ രോഗാവസ്ഥ, എൻ്റെ ഈ തഴക്കദോഷങ്ങള്, എൻ്റെ ഈ എന്താ പറയാ അഡിക്ഷൻസ്, എൻ്റെ ഈ അഡിക്ഷൻസ്, ഈ ഒരു ജീവിതം എങ്ങനെയാ ഈശോ ബെറ്റർ ആക്കണേന്ന് എനിക്കറിയില്ല ഈശോ. എന്നാലും എനിക്കൊന്നറിയാം, നീ സഹായിച്ച എനിക്ക് പറ്റൂ ഈശോ. അതുകൊണ്ട് ഈശോയെ, ഞാൻ അങ്ങില് പൂർണ്ണമായി ശരണപ്പെടുന്നു. ഈശോയെ, നീയാ എൻ്റെ പ്രതീക്ഷ. അതാണ് ട്രസ്റ്റ്. അതാണ് ട്രസ്റ്റ്. അതുകൊണ്ടല്ലേ ആ ഈശോ ആ താഴെ അങ്ങനെ എഴുതാൻ പറഞ്ഞത്? എന്തുകൊണ്ടാ ഈശോ പറയുന്നത്? ഏറ്റവും വലിയ പാപിക്ക് എൻ്റെ കരുണയിൽ ആശ്രയിക്കാനുള്ള ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ഈശോയെ, ഞാൻ നിന്നിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടുക ഈശോ. അപ്പൊ ഉറപ്പായിട്ടും അങ്ങനെ നമ്മളപ്പോ എന്താ? ഞാൻ ദൈവത്തെ ദൈവമായി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുമ്പോഴാണ് ദൈവമായിട്ട് അവൻ പ്രവർത്തിക്കുക. അല്ലെങ്കിൽ എന്താ, ഒരു അടിമയായിട്ടല്ലേ നമ്മൾ സാധാരണയൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? എൻ്റെ ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും നടക്കണം. നമ്മൾ രാവിലെയൊക്കെ എണീറ്റിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? ഈശോയെ, എനിക്ക് ഇതൊക്കെ ചെയ്യാനുണ്ട്, അപ്പൊ അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. അങ്ങനെയല്ലേ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? ഈശോ, നിനക്കറിയാലോ ഇതൊക്കെ എനിക്ക് ചെയ്യാനുണ്ടെന്ന് നിനക്കറിയാലോ. ഈശോയെ, ഞാൻ ഏതാ ഈശോ ആദ്യം ചെയ്യണ്ടേ? നീ പറ, അത് ഞാൻ ചെയ്യാം. അല്ലെ, ഇന്ന് എന്ത് ചെയ്യണമെന്നാ ഈശോ നീ ആഗ്രഹിക്കുന്നേ? അല്ലെ, നീ ഏതാ ചെയ്യേണ്ടതെന്നാ പറ, ആദ്യം ഞാൻ ഏതാ ചെയ്യേണ്ടത്? അപ്പൊ എന്താ, എൻ്റെ ജീവിതത്തിലെ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നത് അവനാവും. അപ്പൊ അടിപൊളിയാവും. ദൈവമാണ് എൻ്റെ ജീവിതത്തിലെ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? അത് കൃപയാവും. ദൈവം എടുക്കുന്ന ഡിസിഷൻസ് ആണെങ്കിൽ അവൻ അങ്ങ് ഏറ്റെടുക്കും. ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് അത് നന്നായിട്ട് തീർക്കാന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരിക്കും. അപ്പൊ എന്താ, ഞാനൊരു മാനുഷിക ലെവലിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഹ്യൂമൻ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യും, അല്ലെ, മാനുഷികമായിട്ട് ചെയ്യും. പക്ഷെ ഞാൻ ദൈവം ഒരു തീരുമാനം എടുത്ത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടം വേണ്ടെന്ന് വെച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? അത് ഈശോയുടെ മിഷനാവും. അത് സൂപ്പറായിട്ട് നടത്തുക എന്നുള്ളത് അവന്റെ ഇതായിരിക്കും. അല്ലെ, എപ്പോഴൊക്കെ ആരൊക്കെ അങ്ങനെ ഈശോയുടെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടം വേണ്ടെന്ന് വെച്ചാൽ അവിടെ ഒക്കെ അത്ഭുതം നടന്നിട്ടില്ലേ? പരിശുദ്ധ അമ്മ യേശു പറഞ്ഞ ഏറ്റവും വലിയ അത്ഭുതം. പിന്നെ എന്താ, നമ്മള് ആ പയ്യനാಗಿ ഒരു 5 കൊടുത്തപ്പം അത്ഭുതം. പത്രോസിനോട് വലതുവശത്ത് വലയിറക്കാൻ പറഞ്ഞപ്പം അത് പൊട്ടത്തരാണെന്ന് ഓർത്താലും ഈശോ പറയുന്നോണ്ട് വലയിറക്കിയപ്പം അത്ഭുതം. എവിടെയൊക്കെ ആരൊക്കെ ഈശോയുടെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടം വേണ്ടെന്ന് വെച്ചപ്പം സ്വർഗം അവരുടെ രക്ഷയ്ക്ക് ഇറങ്ങി വരുന്നു. ഈശോ കൂട്ടിന് വരുന്നു. അതാ. പിന്നെ നമ്മളിപ്പം സാധനത്തിൽ ഏറ്റവും നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, നമ്മൾ ഏറ്റവും വലിയ മോഡല് നമ്മൾ ആരെയാ നോക്കണ്ടേ? വേറെ ആരെയല്ല നമ്മൾ നോക്കണ്ടേ, നമ്മൾ ഈശോയെ നോക്കണ്ടേ, അല്ലെ? നമുക്കറിയാലോ ഈശോയ്ക്ക് എപ്പോഴാ ഏറ്റവും കൂടുതൽ സഹനം ഉണ്ടായേ? അപ്പൊ അവൻ എന്നാ ചെയ്തത്? അപ്പൊ പലരും ചോദിക്കില്ലേ, സഹനം വരുമ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ക്വസ്റ്റ്യനോ ഉണ്ടോ, നമ്മൾ എന്ത് ചെയ്യേണ്ട? ഈശോയിലേക്ക് തിരിയണം. അവൻ എന്താ ചെയ്തേ? ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യം അവൻ ജീവിതത്തിൽ ഉണ്ടായപ്പോ അവൻ എന്താ ചെയ്തേ? നമുക്കറിയാം, ഈശോയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടും ഏറ്റവും വിഷമവും വേദനയോടെ കടന്നുപോയത് എപ്പോഴാ? ആ പെസഹ കഴിഞ്ഞ് അപ്പൊ തൊട്ടല്ലേ, ഗെത്സമനീയിൽ പോയപ്പോ തൊട്ടാ, അല്ലെ? അപ്പോഴാണ് ഈശോ പീഡാസഹനങ്ങൾ തുടങ്ങുക, അല്ലെ? അപ്പൊ അവിടെ ഇരുന്ന് വരാൻ പോകുന്നതിനെ കുറിച്ച് അവൻ അറിയാം. അപ്പൊ അവൻ എന്നാ ചെയ്തത്? സഹനങ്ങൾ വരുവാൻ തുടങ്ങുവാണ്, വേദന വന്നു തുടങ്ങി. എന്താ ചെയ്തേ? അവൻ ചെയ്ത എന്താ? പിതാവിന്റെ കൂടെ ആയിരുന്നു,
അതെ, പ്രാർത്ഥിക്കാൻ, പിതാവിന്റെ കൂടെ ആയിരിക്കാൻ അവൻ നോക്കി. അപ്പൊ എന്താ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ ഈശോ പഠിപ്പിക്കുന്നത് എന്താ? മോനെ മോളെ, നിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും വേദനകളും വരുമ്പോ നീ തന്നെ ഹാൻഡിൽ ചെയ്യാൻ നോക്കണ്ട. ഞാനില്ലേ നിന്റെ കൂടെ, എന്തുകൊണ്ട് എനിക്ക് തന്നുകൂടാ? ഈശോ നമ്മുടെ മത്തായി സുവിശേഷം 11-28 ഇങ്ങനെ പറയുന്നില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതിൽ ഈശോ പറയുന്നത് എന്താ? എന്താ നമ്മളിൽ നിന്ന് ഈശോ പ്രതീക്ഷിക്കുന്നത് എന്താ? എന്റെ അടുക്കൽ വരിക, അത്ര മാത്രമേ. വേറെ എന്തെങ്കിലും അതിൽ പറഞ്ഞിട്ടുണ്ടോ? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന, എനിക്കറിയാം മോനെ, നിനക്ക് വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പലപ്പോഴും നിന്റെ കുരിശ് ചുമക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാന്ന് എനിക്കറിയാം, ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം, വേദനയുണ്ടെന്ന് അറിയാം. പക്ഷെ മോനെ മോളെ, എന്റെ അടുത്ത് വന്നുകൂടെ നിനക്ക്? വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. അത് ഈശോയുടെ ഒരു വാഗ്ദാനമാണ്. അത് നമ്മൾ ഏറ്റെടുക്കണം, ആമേൻ പറയണം. കാരണം അത് ഈശോയുടെ വാഗ്ദാനം. ആരുടെ വാഗ്ദാനം? ഈശോ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് ബുദ്ധിമുട്ടും വേദന ഉണ്ടാകുമ്പോ എന്താ, ഞാൻ വേറെ ആരുടെ അടുത്തല്ല പോകണ്ടേ. പരിശുദ്ധ അമ്മ ബുദ്ധിമുട്ടുണ്ടായപ്പോ എന്താ ചെയ്ത്? വെള്ളം വീഞ്ഞു തീർന്നു പോയപ്പോ ഈശോയുടെ അടുത്ത് പോയി. എന്താ ചെയ്ത? ബുദ്ധിമുട്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ, ഫുൾ സ്റ്റോപ്പ്. ബുദ്ധിമുട്ട് മാത്രം പറഞ്ഞു. മോനെ, അവർക്ക് വീഞ്ഞില്ല. മാർത്തായും മറിയോ ബുദ്ധിമുട്ടുണ്ടായപ്പോ അവിടെ ചെന്ന് വിഷമം പറഞ്ഞു. ഈശോയെ, നീ ഒത്തിരി സ്നേഹിക്കുന്ന നിന്റെ ലാസർ രോഗിയായിട്ടിരിക്കുക കേട്ടോ ഈശോ, ഫുൾ സ്റ്റോപ്പ്. അത് കഴിഞ്ഞിട്ടൊന്നും പറയുന്നില്ല, അവരെ ഈശോനെ പഠിപ്പിക്കുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നൊന്നും. അതോട് തീർന്നു. കാരണം എന്താ, ഞാൻ എൻ്റെ ഈശോയുടെ അടുത്താ ചെന്ന് എൻ്റെ വേദന പറഞ്ഞു, എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞത്. ഇനി എനിക്കറിയാം എനിക്ക് എന്താ വേണ്ടതെന്ന് അവനറിയാം. ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നെക്കാളും എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് അറിയുന്നത് എൻ്റെ ഈശോയ്ക്ക്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല അവൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ വീഞ്ഞ ഉണ്ടാക്കണോ, എന്തോരം ഉണ്ടാക്കണം, അല്ല ഇപ്പൊ ലാസറിനെ ഇപ്പൊ വന്ന് സുഖമാക്കണോ, ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ വിഷമം ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഇതാട്ടോ ഈശോ എൻ്റെ അവസ്ഥ. അതാണ് ദൈവത്തെ ദൈവമായിട്ട് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന പരിശുദ്ധ അമ്മേനെ പോലെ. പരിശുദ്ധറിയാം, എൻ്റെ ഈശോ ഏറ്റവും നല്ലതാ ചെയ്യുള്ളൂ. അതാ വിശ്വാസം. അപ്പൊ ഞാൻ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കും. അല്ലെങ്കിൽ എന്താ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അവൻ ചെയ്യാനാ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്താ, ഈശോയാണോ ദൈവമായിട്ട് ആക്ട് ചെയ്യുന്നത്, ഞാനാണോ? പലപ്പോഴും ഞാനാ ദൈവമായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈശോ ആരാ? എൻ്റെ അടിമ. ഞാൻ പറയുന്നത് പോലെയൊക്കെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരാള്. അതാരാ ശരിക്കും? എന്താ പറയുന്നതെല്ലാം ചെയ്തു തരുന്ന ആരാ? അടിമയാണ്. പക്ഷെ അപ്പൊ അവന് ദൈവമാവാൻ പറ്റില്ല. മനുഷ്യനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ, അത് മാനുഷിക ലെവല്. പക്ഷെ ഈശോ ദൈവമായിട്ട് നമ്മൾ ഈശോനെ പ്രവർത്തിക്കാൻ അനുവദിക്കുമ്പോ എന്താ, അത് വേറെ ലെവലാ. അതുകൊണ്ടല്ലേ പറയുന്നേ, മോളെ, നിന്റെ വഴികൾ എൻ്റെ വഴികൾ പോലെയല്ല, നിന്റെ ചിന്തകൾ എൻ്റെ ചിന്തകൾ പോലെയല്ല. ആകാശം ഭൂമിയിൽ എത്രമാത്രം ഉയർന്നേൽക്കുന്ന അതുപോലെയാണ് എൻ്റെ ചിന്തകൾ നിന്റെ ചിന്തകളിൽ നിന്ന്, എൻ്റെ വഴികൾ നിന്റെ വഴികളിൽ നിന്ന്. അപ്പം എന്തു പറ്റും? കൃപയാവും. അതെന്താ? അപ്പൊ നമ്മളെ മനുഷ്യൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. അല്ലെ, ജോസഫ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ലല്ലോ ഇങ്ങനെ ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്റർ ആവുമെന്ന്, ഇങ്ങനെ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ അനുഗ്രഹമാവുമെന്ന്. പ്രതീക്ഷിച്ചോ? ഇല്ലല്ലോ. നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മുടെ പിതാവ് ജോസഫിനെ ഓർക്കാം. നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയൊക്കെ അറിയുന്നു. പക്ഷെ എന്തു പറ്റി? വേണമെങ്കിൽ ഉപേക്ഷിച്ച് പോവാണ്, മാതാവിനെ വേദനിപ്പിക്കാണ്ട്. പക്ഷെ എന്നാലും ദൈവം ആഗ്രഹിച്ചത് എന്താ? ഈ മാതാവിനെയും ഈശോനെയും സ്വീകരിക്കുക. ബുദ്ധിമുട്ടായിരിക്കും, കാരണം എൻ്റെ കുഞ്ഞല്ല, ഞാൻ വേറൊരാളെയും കൂടെ ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ സ്വന്തമായിട്ട്. ഒരു പുരുഷനും സാധാ രീതിയിലാണെങ്കിൽ ആഗ്രഹിക്കാത്ത ഒരു കാര്യം. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തു. ബുദ്ധിമുട്ടാണ്, സഹനാണ്. ഉടനെ തന്നെ അപ്പൊ എന്താ, കുഞ്ഞുണ്ടാവും. പിന്നെ ഉടനെ തന്നെ ഈജിപ്തിലേക്ക് പോയി ദൂരം കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. പാവം പിതാവ് സഹിച്ച്. പക്ഷേ എന്താ സംഭവിച്ചേ? പിതാവ് അങ്ങനെ ഈശോനെ മാതാവിനെയും അക്സെപ്റ്റ് ചെയ്തോണ്ട് എന്ത് പറ്റി? ദൈവത്തിന്റെ വളർത്ത് പിതാവായി. അല്ലെ, ദൈവത്തിന്റെ വളർത്ത് പിതാവായി. അത് അക്സെപ്റ്റ് ചെയ്തോണ്ടാ. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനാ. അപ്പൊ എന്ത് പറ്റി? എന്ത് വലിയ കൃപയായിരുന്നു. അല്ലെങ്കിൽ ഈ പിതാവിനെ വല്ലതും നമ്മൾ ആരെങ്കിലും ഓർക്കോ? ആരെങ്കിലും അറിയോ? ഇല്ലല്ലോ. അങ്ങനെ ചെയ്തോണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എന്തോ ദൈവം കൃപയാക്കാൻ വേണ്ടിയാ, എന്തിനോ ഈശോ എന്നെ ഒരുക്കാൻ വേണ്ടിയാ, ഒരു അനുഗ്രഹമാക്കാൻ വേണ്ടിയാ.
ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി. അത് നമ്മൾ ഓർക്കണം. അത് തെരേസ പറയില്ലേ, ഗിവ് അൺടിൽ ഇറ്റ് ഹേർട്സ് എന്ന്. നമുക്ക് ഒത്തിരി ഉള്ളപ്പോൾ കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷെ എന്താ, അത് വേദനിക്കുന്നിടം വരെ കൊടുക്കണം എന്നാ പറയുന്നത്. വേദനിക്കുന്നിടം വരെ കൊടുക്കണം. അപ്പോഴാണ് പ്യുവർ ലവ്. നമുക്കറിയാലോ, നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ രാത്രിയിലും 12 മണിക്ക്, 1 മണി, 2 മണിക്കൊക്കെ പല പ്രാവശ്യമൊക്കെ രാത്രിയിൽ എണീക്കും. എപ്പോഴാ, ഈ കുഞ്ഞു പിള്ളേരെ, മക്കള് അസുഖമായിട്ട് കിടക്കുമ്പം അവർക്ക് ബുദ്ധിമുട്ട്, രോഗമൊക്കെ ആണെങ്കിൽ അവർ ഉറങ്ങില്ല. ഉറങ്ങാണ്ട് രാത്രിയൊക്കെ ഉറക്കം അയച്ചു നിൽക്കും. പക്ഷെ അവർ ഓർക്കുന്നുണ്ട് ആ സമയത്ത്, അയ്യോ എൻ്റെ ഉറക്കം പോവാന്ന്? ഇല്ലല്ലോ, അവർ ചിന്തിക്കുന്നില്ല. ബുദ്ധിമുട്ടാണ്, സഹനാണ്. പക്ഷെ ആ സഹനം ഓർക്കുന്ന പോലും ഇല്ല. എൻ്റെ കൊച്ചൊന്ന് നന്നായിട്ട് ശാന്തമായിട്ടൊന്ന് ഉറങ്ങി കണ്ടാൽ മതി, എനിക്ക് സന്തോഷം. ഞാൻ ഉറങ്ങിയില്ലേലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എൻ്റെ മോളൊന്ന് ഉറങ്ങി കണ്ടാൽ മതി, അത് മതി. അതാണ് എൻ്റെ സന്തോഷം. അപ്പോഴെന്താ, ഉറങ്ങേണ്ട ആവശ്യമില്ലേ? ഇല്ല. എന്താ? സ്നേഹം സഹനത്തെ അതിജീവിക്കും. സ്നേഹം, അതാണ് സ്നേഹം. എന്താണ് സ്നേഹം? ശരിക്കും സാക്രിഫിഷ്യൽ ലവ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ കൊടുത്തുകൊണ്ടുള്ള ത്യാഗപൂർണമായ സ്നേഹമാണ് ശരിക്കുമുള്ള സ്നേഹം. ത്യാഗപൂർണമായതിനോ സാക്രിഫിഷ്യൽ ലവ്. അതുകൊണ്ട് ഈ ശരിക്കും അമ്മമാർ, അതെന്താ, എൻ്റെ കൊച്ച, അതുകൊണ്ട് സാക്രിഫിഷ്യൽ ലവ് എന്നോ അതാണ്. അപ്പൊ നമ്മുടെ പേരൻസ് ഒക്കെ അങ്ങനെയാണ്. അതാണ് ശരിക്കും. അപ്പൊ എന്താ, അത് ഒത്തിരി സന്തോഷം നൽകും, നമുക്ക് ഒത്തിരി കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ അച്ഛൻ പറഞ്ഞു തുടങ്ങി ഇങ്ങനെ, ഈ നമ്മൾ സഹനം വരുമ്പോൾ ഈശോയിലേക്ക് നോക്കണം. ഈശോ എന്താ ചെയ്ത? ഈശോ ദൈവത്തിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്തു. അപ്പൊ ഞാനും എന്താ ചെയ്യണ്ടേ? എനിക്ക് സമയം വരും, ബുദ്ധിമുട്ടാണ്, എനിക്കത് ഓവർകം ചെയ്യാം. പക്ഷെ ഈശോ പറഞ്ഞേക്കണ എന്താ? നീ എൻ്റെ അടുത്ത് വാ. അത് മാത്രമല്ലോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു ധ്യാനത്തിന്റെ ഒരു ഗ്രൂപ്പിന് ധ്യാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ തോന്നിച്ച ഒരു കാര്യമാണ്. അപ്പൊ അച്ഛൻ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരിത്, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ പറയാ, ഇങ്ങനെ ഇൻസ്പയർ ചെയ്തതാണ്. ഇപ്പൊ ഒരു കാന്തം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു കാന്തം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറെ ആണിയുണ്ടെന്ന് വിചാരിക്കുക. ഇരുമ്പാണി, കുറെ ആണിയുണ്ട്. അപ്പൊ കുറെ ഇരുമ്പാണിന്ന് ഞാൻ ഒരാണി എടുത്ത് ഞാൻ ഈ ഒരു കാന്തത്തിൽ ഞാൻ ഒരു മണിക്കൂർ നേരം വെച്ചു. ഈ കാന്തത്തിൽ 1 മണിക്കൂർ നേരം വെച്ചു ഈ ഇരുമ്പാണി. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഈ ഇരുമ്പാണി ഞാൻ എടുത്തു. ഇത് ഇരുമ്പാണി എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കൂട്ടുകാരുടെ അടുത്ത്, ഇതുപോലെയുള്ള ബാക്കിയുള്ളവരുടെ അടുത്ത്, ബാക്കി ഇരുമ്പാണിയുടെ അടുത്ത് ഇത് ഞാൻ കൊണ്ടുപോയി കഴിയുമ്പം എന്ത് സംഭവിക്കും? ബാക്കിയുള്ള ആണികളെ ഇത് അട്രാക്ട് ചെയ്യും, ആണല്ലോ. ഇതെന്താ, കാന്താണോ ആണിയാണോ? ഇത് കാന്ത അല്ല, ആണിയാണ്. പക്ഷെ അത് ഞാൻ ഇരുമ്പാണികളുടെ അടുത്ത് കൊണ്ടുപോയി വെക്കുമ്പോ തന്നെ ഇത് ബാക്കിയുള്ള ആണികളെ അട്രാക്ട് ചെയ്യും, അല്ലേ? എങ്ങനെയാ ഇവന് പറ്റിയത്? അതുവരെ പറ്റാത്ത കാര്യമാണല്ലോ. അതുവരെ അട്രാക്ട് ചെയ്തിരുന്നോ? ഇല്ലല്ലോ. ബാക്കിയുള്ളവരെ പോലെ തന്നെയായിരുന്നു, ആണല്ലോ. പക്ഷെ എങ്ങനെ ഇത് അട്രാക്ട് ചെയ്യാൻ തുടങ്ങി? അതെ, കാന്തത്തിന്റെ കൂടെ ഇരുന്നു. അപ്പൊ ഈശോ തന്ന ഒത്തിരി മനോഹരമായ ഒരു വാക്യാണ്. ആ സമയത്ത് ഈശോ ഇൻസ്പയർ ചെയ്തതാണ്. അപ്പൊ എന്താ ഈശോ തോന്നിച്ചത്? ഇതാണ്, ആണി കാന്തത്തിന്റെ കൂടെ ഇരുന്നപ്പോ കാന്തം ആണിയെ കാന്തം പോലെയാക്കിന്ന്. അതെ, ആണി കാന്തത്തിന്റെ കൂടെ ഇരുന്നപ്പോ കാന്തം ആണിയെ കാന്തം പോലെയാക്കി. അത് ആണിയുടെ മെറിറ്റ് അല്ല, ആണിയുടെ കഴിവല്ല. എല്ലാം ചെയ്തത് കാന്താണ് ചെയ്തത്. ഞാൻ എന്താ ചെയ്തത്? ആണി എന്താ ചെയ്തത്? ഒന്ന് കൂടെ ഇരിക്കാൻ ശ്രമിച്ചു, കൂടെ ഇരിക്കാൻ അനുവദിച്ചു. വേറെ ഒന്നും ചെയ്തില്ല. കൂടെ ഇരിക്കാൻ, അതിൻ്റെ അടുത്ത് വരാൻ അത്രയും മനസ്സ് വെച്ചു. ബാക്കി എല്ലാം ചെയ്തതേ കാന്താണ്. അപ്പൊ എന്താ ഈശോ പഠിപ്പിച്ചത്? അതിന്ന് പാപിയായ ഞാൻ, എനിക്ക് ഒത്തിരി കുറവുകളും ബലഹീനതകളും എല്ലാം ഉണ്ട്. പാപിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഈശോയ്ക്ക് എന്നെ ഒത്തിരി ഇഷ്ടം. പാപിയാണ്, നമ്മളെല്ലാം അങ്ങനെയല്ലേ. പാപിയായോണ്ടാണ് ഈശോയ്ക്ക് ഇഷ്ടം. ആരോഗ്യവാമാക്കല്ലോ, പാപികൾക്ക് വേണ്ടിയല്ലേ ഈശോ വന്ന്. അപ്പൊ അതുകൊണ്ട് ഈശോയ്ക്ക് എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ എന്നാ ചെയ്യും? പാപിയായ ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് പോയി സമയം സ്പെൻഡ് ചെയ്യുമ്പോ എൻ്റെ ഈശോ അതുവരെ എനിക്ക് പറ്റാത്തത് ചെയ്യാൻ ഉള്ള കൃപ നൽകും. അതുവരെ എനിക്ക് പറ്റാത്തത് ഇപ്പൊ തൊട്ട് പറ്റും. എപ്പോഴാ? അവൻ എന്നെ മാറ്റും. എങ്ങനെയാ മാറ്റുന്നേ? പാപിയായ ഞാൻ അവന്റെ കൂടെ പോയിരിക്കുമ്പോ നല്ലവനായ ഈശോ എന്നെ അവനെ പോലെയാക്കും.
എന്ന് പറഞ്ഞാൽ എന്താ? സഹനങ്ങളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് അവൻ അക്സെപ്റ്റ് ചെയ്തല്ലോ. ഈശോ എന്താ നമുക്കറിയാം, ഈശോയുടെ എന്ത് ബ്യൂട്ടിഫുൾ ആ ഈശോയുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആവണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. എന്താ ഈശോയ്ക്ക് വിഷമം വന്നപ്പോ എന്താ ഈശോ ആദ്യമേ തന്നെ ഈശോട് പറഞ്ഞു, ഓക്കെ പിതാവേ, നിന്റെ ഇഷ്ടം പോലെ പറഞ്ഞോ? ഇല്ലല്ലോ. ഈശോ അവന്റെ മാനുഷികതയിൽ ഈശോ പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അതാണ് ആ മാനുഷികതയിൽ ഈശോ പറഞ്ഞ, പിതാവേ കഴിയും. കാരണം അത്രയ്ക്ക് വേദനയാ. പക്ഷെ നമുക്കും പറയാട്ടോ, ഈശോയെ കഴിയെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റി തരണേ ഈശോ. പക്ഷെ നമ്മൾ എപ്പോഴും എൻഡ് ചെയ്യേണ്ടത് അവൻ എൻഡ് ചെയ്തതുപോലെ ആവണം. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയാം. ആഗ്രഹങ്ങളൊക്കെ ഈശോയെ ഇതാട്ടോ ഈശോ എന്റെ ഇഷ്ടം, ഈശോയെ കഴിയുമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണേ. പക്ഷേ എന്നാലും എന്റെ ഇഷ്ടമല്ല ഈശോ, നിന്റെ ഇഷ്ടം. അതാ നമ്മുടെ പ്രാർത്ഥന അതുപോലെ ആവണം. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം ഈശോയോട് പറയാം, കാരണം നമ്മുടെ ഈശോയല്ലേ. പക്ഷെ അവസാനം എൻഡ് ചെയ്യുന്നത് അങ്ങനെ ആവണം. ആ ഒരു മനസ്സോടെ ചുമ്മാ പറയല്ല, ഉള്ളിൽ നിന്നായിരിക്കണം വരേണ്ടത്. എന്നാലും ഈശോ എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. അപ്പൊ ആരൊക്കെ ഈശോയുടെ ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടം വേണ്ടെന്ന് വയ്ക്കുന്നു, ആ നിമിഷം സ്വർഗം നമ്മുടെ കൂട്ടിന് വരിക. അതൊട്ട് അപ്പൊ തൊട്ട് അവനങ്ങ് ഏറ്റെടുക്കുക. കാരണം അപ്പൊ എന്താ, ഞാൻ മരിച്ചു, ജോൺസ് മരിച്ചു, ഇപ്പൊ ആരാ ജീവിക്കുന്നത്? ഈശോയെ. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ പറയുന്നത്, ഞാനല്ല ഈശോയാണ് എന്നെ ജീവിക്കുന്നത്. അപ്പൊ ഈശോ ചെയ്യുമ്പോ എന്താ, മനുഷ്യൻ ജീവിക്കുന്ന പോലെ ആയിരിക്കില്ല അവൻ ചെയ്യുന്നത്. അവൻ ചെയ്യുന്നത് ദൈവം ചെയ്യുന്നത് പോലെ ആയിരിക്കും. അതാ നമ്മുടെ ഈശോ തരുന്ന ഈശോ ചെയ്തതും ഈശോ പ്രാർത്ഥിച്ചതും അങ്ങനെയാണ്. അതുകൊണ്ടല്ല നമ്മൾ ഈ വിശുദ്ധ കുർബാനയിലെ ചില ദിവ്യാന സമയത്തൊക്കെ ചില സ്ഥലത്തൊക്കെ പാടുന്ന ഒരു പാട്ട് ഇതല്ലേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമേ ദൈവമേ. അതിലിങ്ങനെ സ്റ്റാൻസയിലെ സ്നേഹം എന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ട് പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്ന് ഞാൻ അറിയുന്നു, സ്നേഹം മരണമാണെന്ന് ഞാൻ കാണുന്നു, സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു, സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു, സ്നേഹം കുർബാനയായി മാറുന്നു. അല്ലെ, അതെന്ത് നല്ല വേർഡിങ്സിന് എന്ത് അർത്ഥവത്താണ്. അപ്പൊ എന്ത് പറ്റും, എന്നെ കൊണ്ട് പറ്റാത്ത, അത് ശരിക്കും സ്നേഹം സഹനമാണ്, സ്നേഹം മരണമാണ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും എന്തുകൊണ്ടാ ഈ അമ്മമാരൊക്കെ രാത്രിയില് എണീറ്റിരിക്കുന്ന സ്നേഹമാണ്. അതൊരു രീതിയിൽ മരണമാണ്. അവരുടെ ആഗ്രഹം ചിലപ്പോൾ കിടക്കാൻ, പക്ഷെ അതൊക്കെ വേണ്ട. അവരുടെ ആഗ്രഹം എന്താ, കൊച്ചു നന്നാവണം. അതാണ് സാക്രിഫിഷ്യൽ ലവ്. അപ്പൊ എന്ത് പറ്റും, സഹനങ്ങളെ പോസിറ്റീവായിട്ട് എടുക്കാൻ എനിക്ക് പറ്റും. അപ്പൊ അത് അനുഗ്രഹം. അപ്പൊ അത് സഹനമല്ലാണ്ടാവും. എപ്പോഴാ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുമ്പം അത് സഹനം അല്ലാണ്ടാവും. അതാ നമ്മുടെ ഈശോ. നമുക്ക് സത്യം പറയട്ടെ, നമ്മുടെ ഈശോ എന്ത് അടിപൊളിയാണെന്നറിയോ? നമ്മൾ എന്ത് വലിയ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണെന്നറിയോ ഈശോയുടെ കൂടെ പോകുന്നത്.